ഇഷ്ടമുള്ള പാട്ട് റൗണ്ടിൽ ഇഷ്ടമുള്ള പാട്ടുമായിട്ട് കടന്നു വരാണ് നമ്മുടെ സ്വന്തം രശ്മി രാമൻ. ഒരു കിടിലൻ പാട്ടായിട്ടാണ് വന്നിരിക്കുന്നത് രശ്മി. നല്ല ഏതാ പാട്ട്? അലിഷ മാം പാടിയ മെയ്ഡ് ഇൻ ഇന്ത്യ. മെയ്ഡ് ഇൻ ഇന്ത്യ. എന്താണ് പറയാനുള്ളത് പെർഫോമൻസിനെ കുറിച്ച്? തകർക്ക്. ഒരു എനർജി കുറവും വേണ്ട. എല്ലാം നമ്മൾ ഫ്രണ്ട്സ് ആണ്, ഫാമിലീസ് ആണ്. ഒരു ഗെറ്റ് ടുഗദർ, വീട്ടിലൊരു ഗെറ്റ് ടുഗദർ പാടി എങ്ങനെ ഇരിക്കും? നല്ല ഫ്രീ ആയിട്ട് പാടില്ലേ? ആ ഒരു എനർജറ്റിക് പെർഫോമൻസ് ഇവിടെ വരണം കേട്ടോ. താങ്ക് യു. देखी है सारी दुनिया, जापान से लेके रशिया, ऑस्ट्रेलिया से लेके अमेरिका, देखा है प्यार का सपना, मिलता है कोई अपना, मिल जाए घर एक साथिया एक देसिया, मेरे निंदिया मेरे निंदिया, एक दिल चाहिए that's made in India. ഓൾറൈറ്റ് ആയിരുന്നു. ഗുഡ്. താങ്ക് യു സർ. നന്നായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് കാണാനും ഒക്കെ എന്ത് രസമാണ്. താങ്ക് യു സർ. എനിക്ക് ഈയിടെയായിട്ട് കണ്ണ് കറക്റ്റായിട്ട് കാണുന്നുമില്ല. അത് വേണ്ടായിരുന്നു സർ. ഞാൻ ചുമ്മാ പറഞ്ഞു. കാണുന്നുണ്ട്, നന്നായിട്ടുണ്ട്. ഇത് ആരാ പാടിയെന്നറിയാമോ? അലിഷ മാം. മാഡത്തിനെ കാണാനൊക്കെ നല്ല സുന്ദരിയാണ്. അലിഷ ചിനായ് ചെന്നൈയിലാണ് പുള്ളിക്കാരുടെ വീട്. അല്ല, അത് ചിനോയാണ്. മൊത്തത്തിൽ എന്താ പറയണ്ടത്, ഒരു രസമായിരുന്നു. എന്നാൽ പിന്നെ ഇത് ഒരു പാട്ട് ഒരു സ്ഥലത്ത് തന്നെ കിടന്ന് കറങ്ങുന്ന പാട്ടാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഹുക്കും അല്ലേ. എല്ലാ പാട്ടിലും കുറേ സംഗതി വാരി നിറയ്ക്കാൻ പറ്റത്തില്ല, വൃത്തികേടല്ലേ. ഭയങ്കര ഒരു അവാർഡ് നൈറ്റിലൊക്കെ ചില സിംഗേഴ്സ് വന്ന് നിൽക്കല്ലേ, ഹിന്ദി നടികളൊക്കെ വന്ന് നിന്ന് പാടില്ലേ, അതേപോലെ ഫീൽ ആയിരുന്നു. ഡാൻസേഴ്സും നമ്മുടെ എല്ലാ ആംബിയൻസും, പ്രത്യേകിച്ച് ആ തുടക്കത്തിൽ ആ ചെയറൊക്കെ ഇട്ടിട്ട് തൊപ്പിയൊക്കെ വെച്ചിട്ട്, പിന്നെ കടുവയായിട്ട് മത്സരം പെടുത്തും എന്തോ നടത്തിയില്ല, അതെന്തായിരുന്നു? ചീറ്റ. ഓക്കെ, അതും എല്ലാം കൂടെ. പിന്നെ ആ പാട്ടിൻ്റെ ഒരു ഓസ്ട്രേലിയ എന്നൊക്കെ പാടുമ്പോൾ, ഓസ്ട്രേലിയ എന്നൊക്കെ പാടിക്കഴിഞ്ഞാൽ ആ പാട്ടിന് നമുക്ക് അവർ കൊടുത്തേക്കുന്ന ഒരു പ്രൊനൗൺസ് ചെയ്യുന്ന രീതിയുണ്ട്. അതൊക്കെ മോള് ശരിക്കും എവിടെയാണ് പഠിച്ചു വളർന്നതൊക്കെ? കോഴിക്കോടാണ്. കോഴിക്കോട് പഠിച്ചിട്ടും ഇത്രയും അല്ലെ ആക്സെന്റ് പഠിച്ച സ്കൂളിൻ്റെയും ഒക്കെ ആയിരിക്കും. ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്നവർക്ക് ഈ പാട്ടൊക്കെ പാടുമ്പോഴത്തേക്കും കുറച്ചുകൂടെ രസമായിട്ട് പാടാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. നമ്മുടെ പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. താങ്ക് യു. പെർഫോമൻസ് ഒക്കെ ഗംഭീരമായിരുന്നു, വളരെ നന്നായിരുന്നു. ശരത്ത് പറഞ്ഞതുപോലെ തന്നെ ഒരു കാലത്തൊരു അലീഷ തരംഗം സൃഷ്ടിച്ചൊരു പാട്ട് തന്നെയാണ് ഇതെന്ന് അറിയാത്തവരാരും ഇല്ലാന്ന് തോന്നുന്നു. അത്രയ്ക്ക് എല്ലാവരും എല്ലാ സ്റ്റേജുകളിലും സ്ഥിരമായിട്ട് പാടിയിരുന്ന പാട്ടാണ്. എനിക്ക് ഈ ശരത്ത് പറഞ്ഞില്ലേ വരുന്നില്ലേ, അത് ഒന്ന് രണ്ട് സ്ഥലത്ത് ലേശം പോയി.